പിന്നെ ഇപ്പോൾ അന്നത്തെ ഒരു കലോത്സവങ്ങളുടെ ഞങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തു. ഞങ്ങളുടെയൊക്കെ കാലത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും തന്നെയാണ്. കാരണം ഈ കുറച്ചുകൂടി ഒരു ഹെൽത്തിയർ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി. പക്ഷെ 92-ലെ ഒരു വ്യത്യസ്തമായിരുന്നു. അതായത് 92-ൽ ജഡ്ജസ് തന്നെ ഒരു 3-4 പേരുണ്ടായിരുന്നു ജഡ്ജസ്. അപ്പോൾ അവർ തന്നെ ഈ പെർഫോമൻസ് എല്ലാം മത്സരം കഴിഞ്ഞിട്ട് അവർ തന്നെ ഒന്നിച്ചിരിക്കും. സംഘാടകരാരും അവരുടെ അടുത്തേക്ക് പോവില്ല. അവർ തന്നെ ഒന്നിച്ചിരുന്ന് അവർ തന്നെ മാർക്കിട്ട് അവർ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് അനൗൺസ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുക. രാത്രി ഒരു പുലർച്ചെ 2:30-3 മണിയൊക്കെ ആയി. അപ്പോൾ ആരും പോയിട്ടില്ല. മത്സരിച്ച കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെയാണ് 92-ൽ 1ാം സ്ഥാനം നമ്മുടെ ചെസ് നമ്പർ വിളിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അതിൻ്റെ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്നത് ഇതുകൊണ്ട് കൂടിയിട്ടാണ്. അതായത് ജഡ്ജസ് അപ്പോൾ തന്നെ മാർക്കിട്ടിട്ട് അപ്പോൾ തന്നെ കയറി അവിടെ അനൗൺസ് ചെയ്ത് ചെസ് നമ്പർ അനുസരിച്ച്, പേരല്ല. കാരണം അപ്പോൾ അത് കുറച്ച് ഒരു നല്ല രീതിയിൽ മത്സരങ്ങൾ നടത്തണം എന്നുള്ള അടിസ്ഥാനത്തിൽ അന്ന് അങ്ങനെ സംഘാടകർ ഗവൺമെൻറ്റൊക്കെ തീരുമാനിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ മോണാക്ടിൻ്റെ ആ ഒരു ടെൻഷനും അതൊക്കെ നമുക്ക് 5 മിനിറ്റ് ആണല്ലോ മോണാക്ട്. അപ്പം നമുക്ക് 5 സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ബെല്ലടിക്കുമ്പോൾ പിന്നെ കേട്ടൻ താഴും. നമുക്കിത് പെർഫോമൻസ് കൃത്യം 1-2 സെക്കൻഡിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ അവസാനിപ്പിക്കണം. അതുപോലെ ഒരു ലാഗ് കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കൊടുക്കണം, അഭിനയത്തിന് വേണ്ടിയിട്ട് വേണ്ട. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വലിയ മൈക്ക് വോയിസ് മോഡുലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മൈക്കിൻ്റെ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരു മൈക്കേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു മൈക്ക്, കാരണം പല മൈക്ക് യൂസ് ചെയ്യുന്ന പെർഫോമൻസുകളുണ്ട്. പക്ഷേ ഞാൻ അന്ന് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയതിൽ ഞാൻ ഒരു മൈക്കാണ് യൂസ് ചെയ്തത്. പിന്നെ ഭാഷ, പിന്നെ സാഹചര്യങ്ങൾ പലതായിരിക്കുമല്ലോ. നമ്മൾ കയറുമ്പോഴുള്ള സാഹചര്യം, വേദിയുടെ സാഹചര്യം, ഓഡിയൻസിൻ്റെ സാഹചര്യം. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മൾ ഉൾക്കൊണ്ടാണല്ലോ പെർഫോം ചെയ്തത്. മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. എന്ത് സംഭവിച്ചാലും നമ്മൾ കഥാപാത്രങ്ങളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസും ഒരു സന്തോഷമാണ്.